കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 116 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-നാണ്. കേരളം കൂടാതെ ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. മൂന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടെ 17 സംസ്ഥാനങ്ങളിലായി 302 സീറ്റുകളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പൂർത്തിയാവുക. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലേക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമായി 116 സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ ആവേശമേറിയ പ്രചരണത്തിലേർപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളം, ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടത്തിലാകും തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശ് 10, അസം 4, ബീഹാർ 5, ഛത്തീസ്ഗഡ് 7, കർണാടക, മഹാരാഷ്ട്ര 14, ഒഡീഷ 6 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പും മൂന്നാം ഘട്ടത്തിനൊപ്പം തന്നെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷനും ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തുന്നത്. രാജസ്ഥാനിലും പ്രധാനമന്ത്രിക്ക് റാലിയുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് നീങ്ങുകയാണ് മുന്നണികൾ. നാളെ നിശബ്ദ പ്രചരണം, അതിനുശേഷം മറ്റന്നാൾ കേരളം അടക്കമുള്ള 11 സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. വിശദാംശങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം റിനുവിലേക്ക്, തിരുവനന്തപുരത്ത് നിന്നും. റിനു, എന്താണ് തിരുവനന്തപുരം മേഖലയിലെ, തെക്കൻ കേരളത്തിലെ അവസാനവട്ട പ്രചരണങ്ങൾ? എങ്ങനെയാണ് ഈ നിമിഷത്തെ രാഷ്ട്രീയ സ്പന്ദനം തെക്കൻ കേരളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? വലിയ ആവേശത്തോടെ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണോ മുന്നണികളും നേതാക്കളും? മനു, തീർച്ചയായും ഇന്ന് വൈകുന്നേരത്തെ കൊട്ടിക്കലാശത്തോടുകൂടി, ഇന്ന് 5 മണിക്ക് കൊട്ടിക്കലാശം അവസാനിക്കുന്നതോടുകൂടിയാണ് ശബ്ദ പ്രചരണം അവസാനിക്കുന്നത്. ശേഷം നിശബ്ദ പ്രചരണമായിരിക്കും നാളെ ഒരു ദിവസം. തുടർന്ന് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനം മാർച്ച് ചെയ്യും എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകളാണ് സ്ഥാനാർത്ഥികളുടെയും ഒപ്പം പാർട്ടി നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങളാണ്. ഒന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലും അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലവും. ഇതിൽ തിരുവനന്തപുരം മണ്ഡലമാണ് സംസ്ഥാനത്ത് തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്. അതായത് സി ദിവാകരൻ, സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥി സി ദിവാകരൻ, ഒപ്പം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാനെത്തിയ NDA സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ, അതിനുശേഷം നിലവിലെ MP കൂടിയായിട്ടുള്ള ശശി തരൂർ, 3 പേരാണ് മത്സരരംഗത്തേക്ക് സജീവമായിട്ട് ഉള്ളത് എന്നുള്ളത്. വലിയ രീതിയിലുള്ള ഒരു തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാനവട്ട സർവേകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതും അവസാനഘട്ടത്തിൽ പ്രചരണത്തിലെല്ലാം തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നതും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി ദിവാകരൻ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ ചാക്കയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ തീരദേശ മേഖലകളിലൂടെ കടന്ന് പൂന്തറയിൽ അവസാനിച്ചത്. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ യുവാക്കളെ മാത്രം അണിനിരത്തിക്കൊണ്ട്, അതായത് 10,000-ലധികം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മണ്ഡലങ്ങൾ മുഴുവൻ പര്യടനം നടത്തി 12 മണിയോടുകൂടി പാറശാലയിൽ അവസാനിക്കുന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ അടിപതറിയ ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസിന്. കാരണം പ്രവർത്തകരാരും തന്നെ പ്രവർത്തനത്തിന് വേണ്ടി താഴെത്തട്ടിൽ ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു പരാതി, ഒപ്പം നേതാക്കളെല്ലാം തന്നെ പരസ്യമായി രംഗത്തേക്ക് വരുന്നു, പ്രവർത്തനത്തിന് ആരും ഇറങ്ങുന്നില്ല, അതിൽ പരാതി നൽകുമെന്ന് പരിഭവിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള ഒരു തമ്മിലടി കോൺഗ്രസിനെയും ശശി തരൂർ എന്ന സ്ഥാനാർത്ഥിയെയും വലിയ രീതിയിൽ വിഷമത്തിലാഴ്ത്തി. തുടർന്നാണ് AICCക്കും KPCCക്കും ശശി തരൂരിന് ഒരു പരാതിയുമായി പോകേണ്ടി വന്നതും. പ്രത്യേക നിരീക്ഷകനെ, കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് 20 നിരീക്ഷകർ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക നിരീക്ഷകനായ നാനാ പട്ടോളിയെ ഇവിടേക്ക് ഇറക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിൽ ആഴ്ത്തുകയും ചെയ്തു. എന്നാൽ NDA സ്ഥാനാർത്ഥിയുടെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് എടുത്തു പറയേണ്ടുന്നത് NDAയും LDFും തമ്മിലാണ് മത്സരം എന്നുള്ളത്. ആദ്യം LDFും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഇപ്പോൾ അവസാനഘട്ട സർവേകളും അവസാനഘട്ട പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി സി ദിവാകരനും തമ്മിലാണ് വലിയ രീതിയിലുള്ളൊരു മത്സരത്തിന് മാറ്റിവെക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായ ശശി തരൂർ ഏറ്റവും പുറകിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന അഭിപ്രായ സർവേകളും അതുപോലെ തന്നെ നമ്മുടെ വിലയിരുത്തലുകളും, മാധ്യമപ്രവർത്തകരുടെ വിലയിരുത്തലുകൾ എല്ലാം തന്നെ ഇത്തരത്തിൽ തന്നെയാണ്.
ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലം പരിശോധിക്കുമ്പോൾ സിറ്റിംഗ് എം പിയാണ്, 3 തവണ MP ആയി മത്സരിച്ചിട്ടുള്ള LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ A. സമ്പത്ത്, അതുപോലെ തന്നെ BJPയുടെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള നിലവിലെ MP അടൂർ പ്രകാശ് കോൺഗ്രസിന് വേണ്ടി. ഇത്തരത്തിൽ 3 വലിയ സ്ഥാനാർത്ഥിമാർ തന്നെയാണ് തിരുവനന്തപുരത്തും മത്സരിക്കുന്നത്. വലിയ പരിചയസമ്പന്നതയുള്ള ഡോക്ടർ A. സമ്പത്ത് തന്നെയാണ് അവിടെയും മുന്നിൽ നിൽക്കുന്നത് പ്രവർത്തനത്തിൽ. ഇതുവരെ വന്ന ഒരു സർവേകളിൽ പോലും ആറ്റിങ്ങലിൽ LDF പരാജയപ്പെടുമെന്ന് വന്നിട്ടില്ല. വിജയിക്കും എന്ന് വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇതുവരെയും ഒരു സർവേ പോലും ആറ്റിങ്ങലിൽ ഇടതുപക്ഷം പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് തെക്കൻ കേരളം എടുത്തു പരിശോധിക്കുമ്പോൾ പറയാനുള്ളത് കൊല്ലം മണ്ഡലമാണ്. കൊല്ലം മണ്ഡലത്തിൽ ഇന്ന് തന്നെ നമുക്ക് തന്നെ അറിയാം, വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമചന്ദ്രന് വേണ്ടി RSPയിലെ മുതിർന്ന നേതൃത്വം ഒന്നും തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു വാർത്ത. മറ്റൊന്ന് BJP ഉൾപ്പെടെയുള്ളവർ, BJPയുടെ ജില്ലാ നേതൃത്വം BJPയുടെ വോട്ട് കോൺഗ്രസിന് മറിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഇത് ചോദിച്ചെത്തിയ മാധ്യമപ്രവർത്തകരോട് സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമചന്ദ്രൻ തന്നെ പറയുന്നു, എന്തുകൊണ്ട് എനിക്ക് BJPയുടെ വോട്ട് വാങ്ങിക്കൂടാ, ഞാൻ വാങ്ങിയാൽ എന്തേ എന്നുള്ളൊരു പ്രതികരണം വരുന്നു. എങ്കിൽ പോലും നമുക്കറിയാം അവിടെ കശുവണ്ടി മേഖലയാണ്, സാധാരണ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് എത്തുന്നിടത്തെല്ലാം വലിയ വരവേൽപ്പാണ് നൽകുന്നത്. വലിയ വരവേൽപ്പ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും LDFന്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള KN ബാലഗോപാൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിലവിലെ അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കണ്ണ് എത്തിയ ഒരു മണ്ഡലമാണ് കൊല്ലം. മറ്റൊന്ന് പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ട മണ്ഡലം ശബരിമല പ്രശ്നം വന്നതോടുകൂടി BJP ഏറ്റെടുത്തുകൊണ്ട് പത്തനംതിട്ട മണ്ഡലയ്ക്ക് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി തമ്മിലടി നടന്ന ഒരു മണ്ഡലമാണ്. അവസാനമാണ് അവിടെ K. സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എന്നാൽ ഒരു അഭിപ്രായ സർവേയിൽ പോലും മുന്നിലേക്ക് വരുവാൻ വേണ്ടി NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല, K. സുരേന്ദ്രന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നലെ കൂടി വന്ന അഭിപ്രായ സർവേകളിൽ LDFന്റെ വീണ ജോർജ്, നിലവിലെ MLA കൂടിയായിട്ടുള്ള വീണ ജോർജ് അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം പ്രവർത്തന ഫലങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിശേഷമാണ് ഉള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ കൊട്ടിക്കലാശം പേരൂർക്കടയിൽ ഉണ്ടാവുക. ഒപ്പം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ A. സമ്പത്തിന്റെ ഒരു റോഡ് ഷോ ഇന്ന് രാവിലെ തന്നെ 8 മണിക്ക് കാട്ടാക്കടയിൽ നിന്ന് ആരംഭിച്ച് മണ്ഡല പര്യടനം നടത്തി. അതായത് 7ഓളം നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ 7ഓളം നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിക്കൊണ്ട് വർക്കലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകുന്നേരം ആറ്റിങ്ങൽ ജംഗ്ഷനിലായിരിക്കും കൊട്ടിക്കലാശം ഉണ്ടാവുക. ഇത്തരത്തിലാണ് തിരുവനന്തപുരത്തിലെയും തെക്കൻ കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ശരി റിനു, ഇനി മധ്യ കേരളത്തിലെയും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. കൊട്ടിക്കലാശത്തിന്റെ ആഘോഷ കാഴ്ചകൾ അറിയേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ അറിയേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ സാലി മുഹമ്മദ് ചേർന്നു മധ്യ കേരളത്തിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സാലി, എങ്ങനെയാണ് മധ്യ കേരളത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് മനസ്സ്? അവസാനവട്ട പ്രചരണങ്ങൾ സജീവമായി നടക്കുന്നു, അവസാന വോട്ടുറപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയാണ് മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ്? മനു, മധ്യ കേരളത്തിൽ അങ്ങ് മാവേലിക്കര മുതൽ ഇങ്ങ് എൻ്റെ തൃശ്ശൂർ വരെ 7 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. മാവേലിക്കരയും ആലപ്പുഴയും കോട്ടയവും എറണാകുളവും ഇടുക്കിയും ചാലക്കുടിയും തൃശ്ശൂരും. ആ മണ്ഡലങ്ങളിലെ പൊതു രാഷ്ട്രീയ ചിത്രം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 4, LDFന് 3. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ UDFന് 4, LDFന് 3. ഇതായിരുന്നു ചിത്രം. പൊതുവിൽ UDFന് മേൽക്കൈ അവകാശപ്പെടാവുന്ന ഒരു മേഖലയാണ് മധ്യമേഖല എന്ന് ഈ 2 ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരല്പം കൂടെ മേൽക്കൈ LDFന് നേടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF വലിയ തോതിൽ വിജയിച്ചു കയറിയ ഒരു സാഹചര്യം ഉണ്ടായത്. ശബരിമല ഇഷ്യൂ അടക്കം വന്നതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെയും LDFന് മേൽക്കൈ നൽകിയ ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിന്റെ, ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ടാണ്, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നത് പ്രവചിക്കാൻ കഴിയാത്തത്ര സങ്കീർണമാണ് ഇപ്പോൾ എന്ന് പറയാം. ഏതാണ്ട് 1.5 മാസം നീണ്ടുനിന്ന പ്രചരണത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് കൊട്ടിക്കലാശം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ ആവേശകരമായ പ്രചരണമാണ് എല്ലാ മുന്നണികളും, 3 മുന്നണികളും ഈ 7 മണ്ഡലത്തിലും കാഴ്ചവെച്ച് അതിന്റെ പരിസമാപ്തി എന്ന നിലയ്ക്ക് ഇന്ന് വൈകുന്നേരം കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി പ്രവർത്തകരെ തെരുവിലിറക്കി ആ പരമാവധി ആവേശം കൊഴുപ്പിക്കുക എന്ന് തന്നെയാണ്
സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ലക്ഷ്യം. ചില കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലങ്ങളിൽ ആ സ്ഥാനാർത്ഥികൾ നേരിട്ട് തന്നെ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതിന് ചില ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല 3 മുന്നണികൾക്കും ഓരോ കേന്ദ്രങ്ങളിലും വെവ്വേറെ സ്ഥലങ്ങൾ ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. പരസ്പരം ഒരു സംഘർഷത്തിലേക്ക് നീക്കാത്ത തരത്തിൽ ഉള്ള സജ്ജീകരണങ്ങൾ പോലീസും ചെയ്തിട്ടുണ്ട്. അതിനോട് പൂർണ്ണമായി എല്ലാ മുന്നണികളും സഹകരിക്കുന്ന സാഹചര്യമുണ്ട്. ചുരുക്കത്തിൽ വളരെ സമാധാനപരമായി സൗഹാർദ്ദപരമായി കഴിഞ്ഞ 1.5 മാസമായി നടന്നു വന്ന പ്രചരണത്തിന് പരിസമാപ്തിയും സമാധാനത്തോടുകൂടി പൂർത്തിയാക്കണം എന്ന ലക്ഷ്യമാണ് പോലീസിനും ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത് എന്ന് വ്യക്തം. ഈ മണ്ഡലങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലമാണ്. നമുക്കറിയാം എറണാകുളം UDFന്റെ സിറ്റിംഗ് സീറ്റാണ് KV തോമസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് വഴി തുടക്കത്തിൽ തന്നെ വാർത്താ ശ്രദ്ധ നേടുകയും ചെയ്ത ഒരു മണ്ഡലമാണിത്. പിന്നീട് ആദ്യം തന്നെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വളരെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി LDFന് വേണ്ടി രംഗത്തെത്തി. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി ചീഫ് എഡിറ്ററും മുൻ രാജ്യസഭാംഗവുമായ P. രാജീവിനെ നമുക്കറിയാം. രാജീവിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി എറണാകുളത്തിന്റെ രാഷ്ട്രീയ ചിത്രം ആകെ മാറിമറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാജീവിന് വലിയ ആഴത്തിൽ വ്യക്തിബന്ധങ്ങളും വ്യക്തിപ്രഭാവവും ഒക്കെ ഉണ്ട്. വലിയ തോതിൽ ആളുകൾക്കിടയിൽ സ്വീകാര്യതയുള്ള രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുള്ള ഒരു വലിയ നേതാവാണ് രാജീവ് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ആവണം ഒടുവിലായപ്പോൾ KV തോമസിനെ മാറ്റി ഹൈബി ഈഡനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF എത്തി. പക്ഷേ സ്ഥാനാർത്ഥി മാറിയതുകൊണ്ട് പ്രശ്നം പരിഹരിച്ചില്ല. KV തോമസ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി രംഗത്തെത്തുകയും തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് മറ്റു ചില കാരണങ്ങളുണ്ട് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയും കലാപവുമായി രംഗത്തെത്തുകയും ചെയ്തു. ആ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. KV തോമസിനെ സജീവമായി രംഗത്തിറക്കാൻ UDFന് കഴിഞ്ഞിട്ടുമില്ല. ഒപ്പം അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രി NDA സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലം വലിയ രാഷ്ട്രീയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മണ്ഡലത്തിന്റെ വികസനം തന്നെയാണ് എറണാകുളം പോലുള്ള ഒരു മെട്രോ നഗരത്തിൽ പ്രധാന ചർച്ചാ വിഷയമായത്. ഒപ്പം പ്രളയം പോലുള്ള വിഷയങ്ങളും ഒക്കെ ഉയർന്നു വന്നു. വിശ്വാസം അധിഷ്ഠിതമാക്കിയുള്ള പ്രചരണം UDF നടത്തി. പക്ഷേ ഒപ്പം തന്നെ UDF പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം സാമുദായികമായ ചില ധ്രുവീകരണങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. സാമുദായികമായി മാത്രം വോട്ട് ചെയ്യുന്ന ജനവിഭാഗമാണോ എറണാകുളത്തെ പ്രബുദ്ധരായ വോട്ടർമാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം എന്നാണ് LDF പറയുന്നത്. അങ്ങനെ സാമുദായിക ഘടകങ്ങൾക്കപ്പുറം കഴിവും ശേഷിയും കാര്യപ്രാപ്തിയും ഒപ്പം രാഷ്ട്രീയമായ വിവേചനവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ജനതയാണ് എറണാകുളത്തേത് എന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് ഇടതുമുന്നണി കേന്ദ്രങ്ങൾ പറയുന്നത്. BJPയിലേക്ക് വന്നാൽ കാര്യമായ ചലനം BJPക്ക് പ്രചരണ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. കാര്യം LDF അൽഫോൺസ് കണ്ണന്താനമൊക്കെ സ്ഥാനാർത്ഥിയായി വന്നെങ്കിലും BJPയുടെ പ്രചരണ രംഗം അത്ര സജീവമായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. തൊട്ടടുത്ത മണ്ഡലം കോട്ടയമാണ്. കോട്ടയത്ത് വലിയ തോതിൽ പ്രചരണം നടന്ന ഒരു മണ്ഡലമാണ്. തുടക്കത്തിൽ തന്നെ കേരള കോൺഗ്രസിലെ ആഭ്യന്തര കലാപവും UDFിലെ സീറ്റ് പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ശ്രദ്ധ നേടിയ ഒരു മണ്ഡലവുമാണ്. PJ ജോസഫ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി രംഗത്തെത്തി. KM മാണി വിഭാഗം ഏകപക്ഷീയമായി തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ വളരെ സങ്കീർണമായ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് VN വാസവൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രവും തെരഞ്ഞെടുപ്പ് ചിത്രവും ആകെ മാറി. VN വാസവൻ അവിടെ സിറ്റിംഗ് MLA ആയിരുന്നു കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ. അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഏതാണ്ട് 10-40 വർഷക്കാലത്തെ സജീവ പൊതുപ്രവർത്തനത്തിന്റെ ബന്ധങ്ങൾ ആ ജില്ലയിലാകമാനം മണ്ഡലത്തിലാകമാനം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും വ്യക്തിപ്രഭാവവും വോട്ടാക്കി മാറ്റാമെന്ന് തന്നെയാണ് LDF കരുതുന്നത്. പക്ഷേ UDFന്റെ രാഷ്ട്രീയ മേൽക്കൈ ആ മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്ന് UDFും കരുതുന്നു. പക്ഷേ UDFനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സുപ്രധാന ഘടകം അവിടെ NDA സ്ഥാനാർത്ഥിയാണ്. കേരള കോൺഗ്രസിന്റെ PC തോമസ് ആണ് NDA സ്ഥാനാർത്ഥിയായി വന്നത്. PC തോമസ് മുമ്പ് 2004 തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയിൽ നിന്ന് ഇരു മുന്നണികളെയും പരാജയപ്പെട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് MP ആയി ലോക്സഭയിലേക്ക് പോയ ആളാണ്. അപ്പോൾ രാഷ്ട്രീയ മുന്നണികൾക്ക് അപ്പുറത്ത് വോട്ട് പിടിക്കാൻ കഴിവുള്ള ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് PC തോമസ്. അത് വിള്ളലുണ്ടാക്കുക UDFന്റെ വോട്ട് ബാങ്കിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പ്രവചനാതീതമാണ് കോട്ടയത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയാം. തൊട്ടടുത്ത് ഇടുക്കി കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ ചർച്ചാ വിഷയം. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ അടക്കമുള്ള വിഷയങ്ങൾ, പ്രളയം, അതടക്കം ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നു. LDF പ്രധാനമായും ജോയിസ് ജോർജ് കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് എന്ന ഇമേജ് ജോയിസ് ജോർജിനുണ്ട്. അതാണ് LDFന്റെ പ്രധാന കരുത്ത്. മാത്രമല്ല ഇടുക്കി പാക്കേജിന് വേണ്ടി 5000 കോടി LDF സർക്കാർ നീക്കിവെച്ച അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ LDF പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. അതൊക്കെ വോട്ടായി മാറിയാൽ ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDFനുള്ളത്. അവിടെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമാണ് ഇക്കുറിയും എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ തന്നെയാണ് അവിടെ ഇക്കുറിയും മത്സരിക്കുന്നത്. ഡീൻ കഴിഞ്ഞ തവണ അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ UDF പ്രതീക്ഷിക്കുന്ന UDFനൊപ്പം ആ മണ്ഡലം നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ആ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം പൊതുവിൽ ചരിത്രപരമായി പരിശോധിച്ചാൽ UDFനൊപ്പം ആണെങ്കിലും
കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി LDF-ന് മേൽക്കൈ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലവും ജില്ലയുമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ LDF വലിയ പ്രതീക്ഷയിലാണ് അവിടെ. ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴ AM ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ ആവേശകരമായ ഒരു പ്രതീതി LDF-ന് ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ്. അരൂരിലെ സിറ്റിംഗ് MLA എന്ന നിലയ്ക്കും അല്ലാതെയും ഒക്കെ ഒരുപാട് ബന്ധങ്ങൾ ആരിഫിന് ആ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയത്തിന് അപ്പുറമായി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് LDF കരുതുന്നു. അതുകൊണ്ട് തന്നെ ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വൈകിയാണ് എത്തിയതെങ്കിലും വളരെ ആവേശപൂർവ്വ പ്രചരണം UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു 2 റൗണ്ട് LDF-ന്റെ പ്രചരണം പൂർത്തിയായതിനു ശേഷമാണ് ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥിയായി വരുന്നത് പോലും. പക്ഷേ തുടക്കത്തിലുള്ള പിന്നോക്കാവസ്ഥ പ്രചരണത്തിന്റെ അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ ഒപ്പം ഓടിയെത്താൻ UDF-നും കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി AS രാധാ പ്രമുഖനായ നേതാവായിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് BJP-യിൽ പാളയത്തിലേക്ക് പോയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ അത് വിള്ളൽ ഉണ്ടാക്കുമോ തുടങ്ങിയ ആശങ്കകൾ UDF-നുമുണ്ട്. എത്രമാത്രം വോട്ട് KS രാധാകൃഷ്ണൻ പിടിക്കും, അത് ആരുടേതാണ് എന്നൊക്കെയുള്ളതാണ് മറ്റു ചില പ്രശ്നങ്ങൾ. തൊട്ടടുത്ത് മാവേലിക്കര സംവരണ മണ്ഡലമാണ്. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് സിറ്റിംഗ് MP മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അതടക്കമുള്ള പ്രശ്നങ്ങൾ മാവേലിക്കരയിലുണ്ട്. അവിടെ ചിറ്റയം ഗോപകുമാർ LDF സ്ഥാനാർത്ഥിയായി എത്തി. ചിറ്റയം ഗോപകുമാറിന് ആ മണ്ഡലത്തിലുടനീളം വലിയ ബന്ധങ്ങളുണ്ട്. അതൊക്കെ ഗുണകരമായി LDF-ന് വരും എന്ന് തന്നെയാണ് LDF-ഉം കരുതുന്നത്. ചാലക്കുടിയാണ് സുപ്രധാനമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്നസെന്റ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP ആയി ഇന്നസെന്റ് മത്സരിക്കുന്നു എന്നുള്ളതാണ്. വികസനമാണ് ചാലക്കുടിയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. UDF-ന്റെ കൺവീനർ ബെന്നി ബെഹനാനാണ് ഇന്നസെന്റിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണ UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ് ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ. ഒരു സിനിമാ താരം എന്ന ഇമേജിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന വലിയ ഇമേജിലേക്ക് ഇന്നസെന്റ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അക്കാര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ ആ വ്യക്തിപ്രഭാവവും ഒപ്പം ഇടതുപക്ഷത്തിന് അനുകൂലമായുള്ള മറ്റു ചില ഘടകങ്ങളും ഒക്കെ ഇടതുപക്ഷം അവിടെ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. തൊട്ടടുത്ത് തൃശ്ശൂരാണ്. തൃശ്ശൂര് കഴിഞ്ഞ തവണ മത്സരിച്ച CN ജയദേവനെ മാറ്റി രാജാജി മാത്യു തോമസിനെ CPI മത്സരിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. എതിർ സ്ഥാനാർത്ഥിയെ TN പ്രതാപനും വന്നിരിക്കുന്നു. അവിടെയൊക്കെ വലിയ പോരാട്ടവും മത്സരവുമാണ്, പ്രചരണവുമാണ് നടന്നു വന്നത്. ഏറ്റവും ഒടുവിലാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി BJP-യിൽ സുരേഷ് ഗോപി രംഗത്തെത്തിയത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തോട് താരപരിവേഷം മണ്ഡലത്തിന് വരികയും ചെയ്തു. പക്ഷേ വൈകി എത്തി എന്നുള്ളത് കൊണ്ടും BJP-യിലെ ഒട്ടനവധി ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും ഒക്കെ BJP വലിയ കാര്യമായി ഒരു വിജയപ്രതീക്ഷയൊന്നും പുലർത്തുന്നില്ല. ഒരു തരത്തിലും 3ാം സ്ഥാനത്തിന് അപ്പുറം ഒരു സ്ഥാനവും BJP പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ പ്രധാന മത്സരം LDF UDF-ഉം തന്നെയാണ് തൃശ്ശൂരിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം LDF ഉണ്ടാക്കിയ മണ്ഡലമാണ്. ആ മുന്നേറ്റം നിലനിർത്താൻ കഴിയും, രാജാജി മാത്യു തോമസിനെ പാർലമെന്റിലേക്ക് അയക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് LDF വെച്ചു പുലർത്തുന്നത്. ഏതായാലും അതിനനുസരിച്ചുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ 1.5 മാസക്കാലം ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇരു മുന്നണികളും BJP നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് എത്രമാത്രം വോട്ടർമാരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം മതി. ഏതായാലും കൊട്ടിക്കലാശവും വലിയ ആവേശത്തോടെ കൊഴുപ്പിക്കാനുള്ള അന്തിമ ഒരുക്കത്തിലാണ് 3 ക്യാമ്പുകളും. ശരി, സലീം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സ്പന്ദനങ്ങൾ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഏതായാലും കൊട്ടിക്കലാശത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുന്നു. അവസാനവട്ട സജീവ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടക്കുന്നു. മലബാറിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, ദേശീയ ശ്രദ്ധ ആകർഷിച്ച വയനാടും വടകരയും അടക്കം സജീവമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മേഖലയാണ് വടക്കൻ കേരളം. എന്താണ് നമുക്ക് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? ഈ കൊട്ടിക്കലാശത്തിലേക്ക് പോകാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് മുന്നണികൾ. ഒപ്പം തന്നെ പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നത്? തീർച്ചയായും മനു പറഞ്ഞതുപോലെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച വയനാട് മണ്ഡലം, വടകര മണ്ഡലം ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് വടക്കൻ മലബാർ എന്ന് പറയുന്നത്. ഈ വടക്കൻ കേരളത്തിൽ പ്രധാനമായും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ ചൂടേറിയ മത്സരങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ നടക്കുന്നത്. കാസർഗോഡ്, ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ അടിത്തറയുള്ള ഇടതുപക്ഷത്തിന് അടിത്തറയുള്ള മണ്ഡലങ്ങളാണ് കാസർഗോഡ്, ആലത്തൂർ, പാലക്കാട് എന്നിവ. മറ്റു മണ്ഡലങ്ങൾ വടകര,
അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലങ്ങളും കണ്ണൂർ മണ്ഡലവും കണ്ണൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് നിലനിർത്തേണ്ടതുണ്ട്. വടകര കോഴിക്കോട് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം, വീറും വാശിയുമേറിയ പോരാട്ടമാണ് വടക്കൻ മലബാറിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ നടക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരത്തിന് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ്. എന്നാൽ CPIയുടെ PP സുനീർ ആണ് ഇവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സുനീറിന് പരമാവധി വോട്ടുകൾ നൽകി വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളത് ഇടതുമുന്നണി ഏറ്റെടുത്ത ഒരു ദൗത്യം തന്നെയാണ്. അത് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ നടന്ന റോഡ് ഷോകൾ. ഇന്നലെ നടന്ന റോഡ് ഷോയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം സുനീറിന് വേണ്ടി രംഗത്തിറങ്ങുന്ന തിരുവമ്പാടിയിലടക്കം ഏറെ ആവേശകരമായ കൊട്ടിക്കലാശം എന്ന് പറയാവുന്ന രീതിയിൽ, കൊട്ടിക്കലാശത്തെക്കാൾ ഒരുപക്ഷെ ഇതുവരെ കണ്ട കൊട്ടിക്കലാശത്തെക്കാൾ ഒരുപക്ഷെ ഏറ്റവും വലിയ റോഡ് ഷോ ഇന്നലെ തിരുവമ്പാടിയിൽ നടന്നു, വയനാട് നടന്നു. ഇത് കണ്ടാൽ പോലും രാഹുൽ ഗാന്ധി തോൽക്കും എന്നുള്ള ഒരു രീതിയിലേക്ക്, അതിന്റെ ഒരു ട്രെൻഡ് ആ രീതിയിലേക്ക് മാറുന്നതാണ് ഇന്നലെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. എന്തായാലും വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വയനാട് മണ്ഡലത്തിലെ മത്സരം അത് ആര് ജയിക്കും എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തോൽക്കുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് അതിന്റെ ഒരു ട്രെൻഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. വടകര മണ്ഡലത്തിൽ അതേസമയം തന്നെ നമുക്കറിയാം RSS പ്രവർത്തകരാൽ ഏകദേശം കൊല്ലപ്പെടാവുന്ന അവസ്ഥയിലേക്ക് നിന്നും ജീവൻ തിരിച്ചു വന്ന സഖാവ് P ജയരാജനെയാണ് ഇത്തവണ വടകര മണ്ഡലം തിരിച്ചെടുക്കാൻ വേണ്ടി ഇടതുപക്ഷം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം കൂടിയാണ് വടകര മണ്ഡലം. വടകര മണ്ഡലത്തിലും ഇന്നലെ നടന്ന റോഡ് ഷോകളും അതുപോലെ തന്നെ ഇതുവരെ പ്രവർത്തകരുടെ ആവേശവും ഒക്കെ കാണുമ്പോൾ കൃത്യമായ ഒരു മേൽക്കൈ പ്രചരണ രംഗത്ത് ഇടതുപക്ഷം നേടിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. മാത്രമല്ല P ജയരാജൻ എന്ന ഒരു നേതാവിനോട് അണികൾ കാണിക്കുന്ന ഒരു കൃത്യമായ ഒരു സ്നേഹമുണ്ട്. അതുപോലെ തന്നെ യുവാക്കളുടെ ഒരു ആവേശം കൂടിയാണ് P ജയരാജൻ. അതുകൊണ്ട് തന്നെ അത്രയും ആവേശകരമായ റോഡ് ഷോകളാണ് ഇന്നലെ വരെ നടന്നത്. ഇന്ന് കൊട്ടിക്കലാശം എന്നത് അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ശക്തി പ്രകടനം കൂടിയാണ് കൊട്ടിക്കലാശം. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും അവരുടേതായ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ കാഴ്ചവെക്കും എന്നാണ് കരുതുന്നത്. കണ്ണൂർ മണ്ഡലം PK ശ്രീമതി നിലനിർത്തുക എന്നുള്ളതാണ് PK ശ്രീമതിയുടെ ലക്ഷ്യം. കാരണം കഴിഞ്ഞ 2 തവണ PK ശ്രീമതിയെ വെച്ചുകൊണ്ട് തന്നെയാണ് മണ്ഡലം തിരിച്ചുപിടിച്ചതും ഇടതുപക്ഷം നിലനിർത്തിയതും. അതുകൊണ്ട് തന്നെ K സുധാകരനാണ് ഇത്തവണ UDF രംഗത്തിറക്കിയിരിക്കുന്നത്. പല വിവാദങ്ങൾക്കും ശേഷം സ്ത്രീകളെ പാർലമെന്റിലേക്ക് അയച്ചാൽ കാര്യമില്ല എന്നുള്ള പരസ്യങ്ങളടക്കം വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഈ വിവാദങ്ങളെല്ലാം തന്നെ മണ്ഡലത്തിൽ ചർച്ചയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായും ചൂടേറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും വടക്കൻ മലബാറിലല്ല വടകര, അതുപോലെ തന്നെ കണ്ണൂർ മണ്ഡലങ്ങളിലും അതുപോലെ കോഴിക്കോട് മണ്ഡലത്തിലും നടക്കുക എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. എന്തായാലും കോഴിക്കോട് മണ്ഡലത്തിൽ മറ്റൊരു ആരോപണം കൂടിയുണ്ട്. MK രാഘവനെതിരെ ഉണ്ടായ ഒരു അഴിമതി ആരോപണം. അതുകൂടി വിവാദ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ A പ്രദീപ് കുമാറിനെ കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് MLA കൂടിയായ A പ്രദീപ് കുമാറിനെ കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം കോഴിക്കോട് മണ്ഡലത്തിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. മറ്റുള്ളത് പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളാണ്. കാലങ്ങളായി ഇത് ലീഗിന്റെ കുത്തകയായ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ UDF ജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. 2004 ഏറ്റവും പ്രതിസന്ധി നേരിട്ട UDF ഏറ്റവും പ്രതിസന്ധി നേരിട്ട തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പൊന്നാനി മണ്ഡലം ലീഗിനെ അല്ലെങ്കിൽ UDFനെ കൈവിടാതെ സൂക്ഷിച്ച മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പൊന്നാനി മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി MLA കൂടിയായ PV അൻവറിനെയും മലപ്പുറം പിടിച്ചെടുക്കാൻ വേണ്ടി സാനുവിനെയുമാണ് ഇടതുപക്ഷം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് പരമാവധി ശക്തിയേറിയ പോരാട്ടം കാഴ്ചവെക്കുക എന്നുള്ളതും അതുപോലെ തന്നെ മണ്ഡലത്തിൽ പരമാവധി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതും PK കുഞ്ഞാലിക്കുട്ടി അടക്കം മലപ്പുറത്ത് തോൽപ്പിക്കുക എന്നുള്ളതും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് മലപ്പുറത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം തന്നെയാണ് ഈ 2 മണ്ഡലങ്ങളിലും മലപ്പുറത്തും പൊന്നാനിയിലും നടക്കുന്നത് എന്ന് വേണം പറയാൻ. പാലക്കാട് ആലത്തൂർ മണ്ഡലം മുന്നേ എത്രയോ വർഷങ്ങളായി 27 വർഷങ്ങളായി പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങൾ ഇടതുപക്ഷ കുത്തക എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെ PK ബിജു കൃത്യമായ ഭൂരിപക്ഷം നേടുമെന്നുള്ള ആത്മവിശ്വാസം LDFിനുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് MP രാജേഷും കൃത്യമായ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ പോലും ഇവിടെയൊക്കെ UDFും നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന കൊട്ടിക്കലാശം
അത് വളരെ ആർഭാടപൂർവ്വം ഒരുപക്ഷെ ശക്തി പ്രകടനവും കൂടിയാവാം, അണികളെല്ലാം തന്നെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു ശക്തി പ്രകടനത്തിന്റെ ഒരു കാഴ്ച കൂടിയാവാം ഇന്ന് നടക്കുന്ന കൊട്ടിക്കലാശം. ശരി, ജോഷ്ലയാണ് വടക്കൻ കേരളത്തിലെ സജീവമായ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ, വിശേഷങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഏറ്റവും സജീവമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മേഖല കൂടിയാണ് വടക്കൻ കേരളം എന്ന് പറയുന്ന മലബാർ ഉൾപ്പെടുന്ന പ്രദേശം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്, പി ജയരാജൻ മത്സരിക്കുന്ന വടകര അടക്കമുള്ള മണ്ഡലങ്ങൾ ദേശീയ ശ്രദ്ധയിൽ വരെ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ സജീവമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്ത് ഇത്തവണ 2,61,00,000 വോട്ടർമാർ, 1.26 കോടി പുരുഷ വോട്ടർമാരും 1,34,00,000 സ്ത്രീ വോട്ടർമാരും പട്ടികയിലുണ്ട്. 174 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. 831 പ്രശ്നബാധിത ബൂത്തുകളും 359 തീവ്ര പ്രശ്ന സാധ്യതാ ബൂത്തുകളും 219 മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. ആകെ 227 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. 23-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 2,61,51,534 വോട്ടർമാരാണ് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 1,34,66,521 പേർ സ്ത്രീകളാണ്. 1,26,84,839 പുരുഷ വോട്ടർമാരുമുണ്ട്. 174 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. സംസ്ഥാനത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള ഭയമുക്ത് അന്തരീക്ഷത്തിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് സജ്ജമാണ്. വളരെ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ ജില്ലകളിലെ മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറത്താണ് കൂടുതൽ വോട്ടർമാർ, 31,36,191. കുറവ് വയനാട് ജില്ലയിലും 5,94,177 പേർ. സംസ്ഥാനത്താകെ 2,88,191 കന്നി വോട്ടർമാരാണുള്ളത്. 1,35,357 ഭിന്നശേഷി വോട്ടർമാരും ഇത്തവണയുണ്ട്. 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. 831 പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ 359 തീവ്ര പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട്. 219 മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളാണ്. 35,193 വോട്ടിംഗ് മെഷീനുകളും 32,746 കൺട്രോൾ യൂണിറ്റും 44,427 ബാലറ്റ് യൂണിറ്റുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത് 227 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ 23 വനിതാ സ്ഥാനാർത്ഥികളും ഉൾപ്പെടുന്നു. 23-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. രാവിലെ 6-ന് മോക്ക് പോൾ നടക്കും. പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി സംസ്ഥാനത്ത് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുരിശിലേറിയ യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു. കുരിശുമരണം വരിച്ച യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പള്ളികളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ നടന്നത്. കോഴിക്കോട് MP എം കെ രാഘവന് കുരുക്കുമുറുകുന്നു. എം കെ രാഘവനെതിരെ കേസെടുക്കാമെന്ന നിയമോപദേശം ലഭിച്ചു. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും IPC പ്രകാരവും കേസെടുക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകി. ദൃശ്യങ്ങളിൽ എഡിറ്റിംഗ് നടന്നിട്ടില്ലെന്ന് പോലീസ് പരിശോധനയിൽ നേരത്തെ വ്യക്തമായിരുന്നു. കോഴിക്കോട് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരെ കേസെടുക്കാവുന്നതാണെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് നിയമോപദേശം നൽകിയത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും IPCയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും കേസ് നിലനിൽക്കും. തിരഞ്ഞെടുപ്പ് ചെലവുകൾ ബോധപൂർവം മറച്ചുവെച്ചതും മദ്യം നൽകിയെന്ന് പറയുന്നതും കേസെടുക്കാവുന്ന കുറ്റകൃത്യമാണ്. MK രാഘവനെതിരെ ദേശീയ മാധ്യമം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ എഡിറ്റിംഗ് നടന്നിട്ടില്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതോടെയാണ് കേസെടുക്കാമോ എന്ന് സംസ്ഥാന പോലീസ് മേധാവി നിയമോപദേശം തേടിയത്. കൈരളി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിലും എഡിറ്റിംഗ് നടന്നിട്ടില്ലെന്ന് IG റിപ്പോർട്ട് നൽകിയിരുന്നു. നിയമോപദേശം DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്ത് ലഭിച്ചിരുന്നു. കേസെടുക്കണമോ എന്ന കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് പോലീസ് മേധാവിയാണ്. S ജീവൻകുമാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
മതനിരപേക്ഷ ജനാധിപത്യ പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ തുടരണമോ അതോ RSS വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ മാറ്റത്തിലേക്ക് രാജ്യം മാറണമോ എന്ന് നിശ്ചയിക്കപ്പെടുന്നതാണ് ഇപ്പോൾ നടന്നുവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിനായി വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസിൽ നിന്ന് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. വർഗീയതയെ ശക്തമായി ചെറുക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ LDFനെ പിന്തുണയ്ക്കണമെന്നും സീതാറാം യെച്ചൂരി അഭ്യർത്ഥിച്ചു. കാസർഗോഡ് കാലിക്കടവിൽ LDF റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. But today in Kerala, to save India and to change India for the better, you require to give all 20 of the 20 LDF candidates as members of parliament from Kerala. RSSകാർ രാജ്യവ്യാപകമായി ഘർവാപ്പസി എന്ന പേരിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയപ്പോൾ പ്രതിഷേധ സ്വരം ഉയർത്താതെ മൗനം പാലിച്ചവരാണ് കോൺഗ്രസുകാരെന്ന കാര്യം മറക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ കാലത്തും വർഗീയതയ്ക്ക് ഒപ്പം നടക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും പിണറായി പറഞ്ഞു. കണ്ണൂരിലെ BJP അണികൾ ഭാവിയിൽ BJPക്കാരനാകാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്നിലാണ് തെരഞ്ഞെടുപ്പിൽ അണിനിരന്നിട്ടുള്ളതെന്നും പിണറായി കണ്ണൂരിൽ പറഞ്ഞു. വർഗീയതയുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിനെയാണ് ഉദാഹരണങ്ങൾ അക്കമിട്ട് നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചത്. എല്ലാ കാലത്തും വർഗീയതയ്ക്ക് ഒപ്പം നടക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് പിണറായി പറഞ്ഞു. ബാബറി മസ്ജിദ് തകർക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തതും പിന്നീട് വർഗീയ സംഘർഷം മൂർച്ഛിപ്പിക്കാൻ ശ്രമിച്ചതും കോൺഗ്രസുകാരാണ്. ഗർവാപ്പസി എന്ന പേരിൽ ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളെ RSS നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കിയപ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് ചെയ്തതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ഗർവാപ്പസി എന്ന പേരിൽ നിർബന്ധിത മതപരിവർത്തനം, വീട്ടിലേക്ക് മടങ്ങി വരിക എന്നാണ്. ആ നിർബന്ധ മതപരിവർത്തനം നടത്തുമ്പോൾ രാജ്യമാകെ അതിൽ പ്രതിഷേധിച്ചു. ഇത്തരത്തിൽ കഴിഞ്ഞാട്ടം നടക്കുമ്പോൾ ശക്തമായി അതിനെ അപലപിക്കാനും എല്ലാ മതനിരപേക്ഷ ശക്തികളും തയ്യാറായപ്പോൾ വേണ്ട രീതിയിൽ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. പശുവിന്റെ പേരിൽ രാജ്യത്ത് ആളുകളെ RSSകാർ തല്ലിക്കൊന്നപ്പോൾ എതിർപ്പ് ഉയർത്തേണ്ടതിന് പകരം ഞങ്ങളാണ് പണ്ടേ ഗോമാതാവിന്റെ ആളുകൾ എന്ന് സ്ഥാപിക്കാനാണ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. രണ്ടു പാർട്ടിക്കും ഒരേ നിലപാടായതിനാലാണ് കോൺഗ്രസിലെ വലിയൊരു നേതൃനിര BJPയിലേക്ക് പോയത്. BJP സ്ഥാനാർത്ഥിക്ക് പിന്നിലല്ല, ഭാവിയിൽ BJP ആകാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്നിലാണ് കണ്ണൂരിലെ BJP പ്രവർത്തകർ അണിനിരന്നിരിക്കുന്നതെന്നും പിണറായി വിജയൻ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. M സന്തോഷ്, കൈരളി ന്യൂസ്, കണ്ണൂർ. പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് വേണ്ടി പ്രചരണത്തിനെത്താതെ RSP കേന്ദ്ര നേതൃത്വം. പാർട്ടിയുടെ ഏക MP ആണെങ്കിൽ പോലും പ്രചരണത്തിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കുകയാണ്. കേരള ഘടകം UDFുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലെ അതൃപ്തി തന്നെയാണ് പ്രധാന കാരണം. രാജ്യത്ത് 10-ൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് RSP മത്സരിക്കുന്നത്. പാർട്ടിയുടെ ഏക സിറ്റിംഗ് MP മത്സരിക്കുന്നതാകട്ടെ കൊല്ലത്തും. പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ RSP കേന്ദ്ര നേതാക്കൾ ഒരു തവണ പോലും NK പ്രേമചന്ദ്രന് വോട്ട് തേടി കൊല്ലത്തെത്തിയില്ല. RSP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലായിടത്തും ജനറൽ സെക്രട്ടറി ഷിതി ഗോസ്വാമി പ്രചരണം നടത്തിയെങ്കിലും പ്രേമചന്ദ്രന് വോട്ട് ചോദിക്കാൻ മാത്രം എത്തിയില്ല. കുട്ടിക്കലാശ ദിവസമായ ഇന്നും ഒരു RSP കേന്ദ്ര നേതാവും പ്രേമചന്ദ്രന് വേണ്ടി കൊല്ലത്തെത്തില്ല. കേരള നേതൃത്വം UDFുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലെ അതൃപ്തി കേന്ദ്ര നേതാക്കൾ നേരത്തെ പരസ്യമാക്കിയിരുന്നു. പ്രേമചന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാനെത്താത്തതിന്റെ പ്രധാന കാരണവും ഇതുതന്നെ. ഇടതുമുന്നണിക്കെതിരെ കേരളത്തിൽ പ്രചരണത്തിലേർപ്പെടുന്നതിലെ രാഷ്ട്രീയ ശരികേടും തീരുമാനത്തിന് കാരണമായി. BJPയോടുള്ള അടുപ്പത്തിലും കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. എന്നാൽ പ്രചരണത്തിനെത്താത്തത് ഭാഷാപരിമിതികൾ കൊണ്ടാണെന്ന ദുർബല വിശദീകരണമാണ് ജനറൽ സെക്രട്ടറി ഷിതി ഗോസ്വാമി നൽകുന്നത്. മുൻ ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ പ്രചരണ രംഗത്ത് സജീവമല്ലാത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാകാമെന്നും ഷിതി ഗോസ്വാമി പറയുന്നു. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുന്നതോടെ സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ പോലും വോട്ട് ചോദിക്കാൻ എത്തിയില്ലെന്ന പേരുദോഷം അത് NK പ്രേമചന്ദ്രന് സ്വന്തമാകും. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. അനന്തപുരിയെ ആവേശച്ചെങ്കടലാക്കി തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ റോഡ് ഷോ. ആയിരങ്ങളാണ് ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമായി റോഡ് ഷോയിൽ പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് C ദിവാകരൻ തന്നെ വിജയിക്കുമെന്നാണ് അവസാനവട്ട സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായിരുന്നു അനന്തപുരി. തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രം അവശേഷിക്കെ
കൊട്ടിക്കലാശത്തിന് മുന്നോടിയായുള്ള തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സി ദിവാകരന്റെ റോഡ് ഷോ പ്രവർത്തകരിൽ ആവേശമുണർത്തി. വൈകുന്നേരം 5 മണിയോടെ ഇരുചക്രവാഹനങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ അണിനിരന്ന റോഡ് ഷോ ചാക്കയിൽ നിന്ന് ആരംഭിച്ച തീരദേശ മേഖലകളിലൂടെ സഞ്ചരിച്ച് പൂന്തുറയിലാണ് അവസാനിച്ചത്. തിരുവനന്തപുരത്ത് പ്രവർത്തനത്തിനിറങ്ങാൻ ആളില്ലാതെ കോൺഗ്രസും പ്രവർത്തനം താഴെത്തട്ടിലെത്തിക്കാൻ കഴിയാതെ BJPയും കഷ്ടപ്പെടുമ്പോൾ അവസാനമായി പുറത്തുവരുന്ന അഭിപ്രായ സർവേകളെല്ലാം LDFന് അനുകൂലമാണ്. തെരഞ്ഞെടുപ്പിന് ഇനി 2 നാൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അനന്തപുരിയിലെ പ്രവർത്തകർ. ക്യാമറവുമൻ ഷാജിലക്കൊപ്പം റിനു ശ്രീധർ. കോൺഗ്രസിന് BJPയെ നേരിടാനാവില്ലെന്നും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുപക്ഷത്തെക്കുറിച്ച് അറിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വയനാട്ടിലെ കർഷക ദുരിതങ്ങൾക്കടക്കം മറുപടി BJPയെ നേരിടാൻ കോൺഗ്രസിനാവില്ലെന്നും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ വയനാട്ടിൽ മത്സരിക്കാനെത്തിയതോടെ അത് തെളിയിച്ചുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവമ്പാടിയിൽ ഇടതുപക്ഷം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. BJPയെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിന്റെ വ്യക്തമായ തെളിവാണ് അമേഠി മണ്ഡലത്തിൽ 15 കൊല്ലം MP ആയി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി അമേഠി വിട്ട് വയനാട്ടിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഘാട്ട് ആസിയാൻ കരാറിലൂടെ കർഷക ജീവിതം ദുരിതത്തിലാക്കിയതും ജോഗി എന്ന ആദിവാസിയെ വെടിവെച്ചു കൊന്ന ഭരണകൂടം ആന്റണിയുടേതായിരുന്നുവെന്നും ഇതിനൊക്കെ വയനാടുകാരോട് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരുമെന്നും കോടിയേരി പറഞ്ഞു. ഘാട്ട് കരാറിലും ആസിയൻ കരാറിലും ഒപ്പിട്ടത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലത്തല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉത്തരം നൽകാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്നദ്ധമാകണം. ജോഗിയെ കൊന്ന അതിന് ഉത്തരവാദിയായ കോൺഗ്രസിനോട് ആദിവാസികൾക്ക് കണക്ക് ചോദിക്കാൻ കിട്ടിയിട്ടുള്ള ഒരവസരമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. ഇപ്പോൾ ചില സന്യാസിമാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും RSSകാരായ കള്ള സന്യാസിമാരെ ജനങ്ങൾ കരുതിയിരിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. പക്ഷെ സന്യാസിമാർക്ക് രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ കഴിയാത്തൊരു സംസ്ഥാനമാണ് കേരളം. പതുക്കെ പതുക്കെ കടന്നു വരുന്ന ഇമാതിരി കള്ള സന്യാസിമാരെ RSSകാരെ ജനങ്ങൾ കരുതിയിരിക്കണം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി PP സുനീറിന് വേണ്ടി തിരുവമ്പാടിയിൽ നടന്ന റോഡ് ഷോയിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. തിരുവമ്പാടിയിൽ ഇടതുപക്ഷ സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. തിരുവമ്പാടിയിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV ജോഷില. ലീഗിനെതിരെ വിമർശനവുമായി പൊന്നാനി മണ്ഡലത്തിലെ ഒരു വിഭാഗം EK സുന്നി പ്രവർത്തകർ സമസ്തയെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ലീഗ് നേതാക്കളെന്ന ആക്ഷേപം. താനൂർ മീനടത്തൂരിലെ ഒരു വിഭാഗം പ്രവർത്തകർ LDFന് പിന്തുണ പ്രഖ്യാപിച്ചു. സമുദായ ഐക്യം തകർക്കുന്ന മുസ്ലിം ലീഗിന് ഇത്തവണ വോട്ട് ചെയ്യില്ലെന്നാണ് ഒരു വിഭാഗം EK സുന്നി പ്രവർത്തകരുടെ നിലപാട്. സമസ്തയെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ലെന്നും PV അൻവറിന് വോട്ട് ചെയ്യുമെന്നും താനൂർ മീനടത്തൂരിലെ ഒരു വിഭാഗം സംസ്ഥാ പ്രവർത്തകർ പറയുന്നു. വോട്ട് തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ മുസ്ലിം ലീഗിന് മാത്രം വോട്ട് ചെയ്ത് മുസ്ലിം ലീഗ് ചിന്താവെന്ന് മാത്രം വിളിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ നിലപാട് മാറ്റിയിട്ടാണ് അൻവറിനെ വോട്ട് ചെയ്യുള്ളൂ. അത് ഞാൻ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമസ്ത അംഗീകരിച്ച് വിശ്വസിക്കുന്ന സമസ്തക്കാരും വീട്ടിലേക്ക് വോട്ട് ചെയ്യൂല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ നേതാവ് ഇപ്പം അൻവറാണ്. അൻവറിനെ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിക്കാൻ ചെയ്യും, അതിൽ യാതൊരു സംശയമാണ്. മീനടത്തൂരിലെ യുവാക്കളായ EK സുന്നി പ്രവർത്തകരും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കി. അതായത് കൂടുതൽ ആളുകളും മുസ്ലിം ലീഗുകാരായിരുന്നു അവിടെയൊക്കെ. ഇപ്പോൾ കാലങ്ങൾ അതായത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടൈമായതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ മാറി തുടങ്ങി. ഒക്കെ ഇടതുപക്ഷത്തിന് താങ്ങായിട്ട് വരൽ തുടങ്ങി. അവർ പാർട്ടി വിട്ടിട്ട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബം എൻ്റെ വോട്ടുകളൊക്കെ BV അൻവറിന് കൊടുക്കും.
നമുക്ക് വിശ്വാസമാണ് വലുത്. വികസനത്തിനൊരു മാറ്റം എന്നുള്ള നിലക്ക് എല്ലാവരും ഈട്ടിക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ ഒരു ജനശബ്ദം വാങ്ങുന്നത്. പൊന്നാനിയിലെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പുത്തൻവീട്ടിൽ പാർലമെന്റിൽ എത്തുന്നതോടെ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിന് പരിഹാരമുണ്ടാകുമെന്നും ഇവർ പറയുന്നു. പൊന്നാനിയിൽ നിന്നും AK ലതീഷ്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണം സജീവമാക്കി ചിറ്റൂർ വടകരപ്പതിയിലെ വലതുകര കനാൽ സംരക്ഷണ സമിതി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി PK ബിജുവിന്റെ വിജയത്തിനായി വാഹന പര്യടനം നടത്തി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയ സമിതി LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്നാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെ ആലത്തൂരിൽ PK ബിജുവിന്റെ വിജയത്തിനായി വലതുകര കനാൽ സംരക്ഷണ സമിതി സജീവമായ പ്രചാരണം ആരംഭിച്ചിരുന്നു. ശനിയാഴ്ച വടകരപ്പതി, കൊഴിഞ്ഞാമ്പാറ, ഇരുത്തേമ്പതി പഞ്ചായത്തുകളിലൂടെ വാഹന പര്യടനം നടത്തി. 18 സ്വീകരണ കേന്ദ്രങ്ങളിൽ സമിതി പ്രവർത്തകർ PK ബിജുവിനായി വോട്ടഭ്യർത്ഥിച്ചു. 2010 രൂപീകരിച്ച സമിതി വടകരപ്പതി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത UDF സർക്കാരിന്റെ നടപടിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത്. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ കുടിവെള്ള പ്രശ്നത്തിനുൾപ്പെടെ പരിഹാരം കണ്ടതിനെ തുടർന്നാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ സമിതി കൺവെൻഷൻ വിളിച്ച് തീരുമാനമെടുത്തത്. ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ LDF ജനതാദൾ മിനിസ്റ്ററും അതിനൊപ്പം തന്നെ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യത്തിൽ അവർ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. 3 പഞ്ചായത്തുകളിലും വാഹന പ്രചാരണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലതുകര കനാൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 21,000-ഓളം വോട്ടുകളാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച സമിതി 7 സീറ്റ് നേടിയിരുന്നു. CPIM പിന്തുണയോടെ സമിതിയാണ് നിലവിൽ വടകരപ്പതി പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇരുത്തേമ്പതി പഞ്ചായത്തിൽ ഒരംഗവും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സമിതിക്കുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്.